തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിനെ പോലെ തന്നെ അയൽക്കാരായ ഇന്ത്യയെയും പാകിസ്ഥാനെയും ചൈനയെയും ഒക്കെ സംബന്ധിച്ച് നിർണായകവുമാണ്. ആര് ഭരണം പിടിക്കും എന്നതിനെ ആശ്രയിച്ച് ആ രാജ്യത്തിന്റെ വിദേശ നയമടക്കം മാറ്റിമറിക്കപ്പെട്ടേക്കും. രൂപീകരണ ഘട്ടം മുതൽ ചരിത്രപരമായ ബന്ധമായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. ബംഗ്ലാദേശിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഹസീനയെ പുറത്താക്കുന്നതിന് മുൻപ് വരെ ആ ബന്ധം ഊഷ്മളവുമായിരുന്നു. ധാക്കയിലെ അധികാരത്തിൽ വരുന്ന ഏതൊരു സർക്കാരിനും സുരക്ഷാ ഭീഷണികൾ നേരിടാനും വ്യാപാരം, ഭക്ഷ്യസുരക്ഷ എന്നീ താല്പര്യങ്ങൾ മുൻനിർത്തിയും ഇന്ത്യ പോലുള്ള ഒരു പ്രാദേശിക ശക്തിയെ അവഗണിക്കുക അസാധ്യമായിരിക്കും. അതേസമയം പ്രക്ഷോഭാനന്തരം ബംഗ്ലാദേശിൽ പടർന്നു പിടിച്ച ഇന്ത്യ വിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പ് രംഗത്തും പ്രകടമാണ് താനും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ നയത്തിൽ കാര്യമായ മാറ്റം പ്രകടമായേക്കാനും സാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലെത്തിയാൽ ബംഗ്ലാദേശ് എങ്ങോട്ട് ചായും എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.